നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും പറയാറില്ലേ, ചീമയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞാലുടനെ ചെന്ന് ഞാൻ എൻ്റെ മുടി വെട്ടുമെന്ന്. അങ്ങനെ ഞാനും വേദയും കൂടി അന്ന് വൈകുന്നേരം തന്നെ വന്ന് വെട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയവും കിട്ടിയില്ല, ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് അന്ന് വന്നില്ല. അതിൻ്റെ അടുത്ത ദിവസം ഓടി വന്നു ഞാനും വേദയും. വേദയ്ക്ക് സത്യം പറഞ്ഞാൽ മുടി വെട്ടുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ നിർബന്ധിച്ചിട്ടാട്ടോ വേദ വന്നത്. ഞാൻ മുടി വെട്ടാനായിട്ട് വന്നിട്ടുള്ളത് തിരുമലയുള്ള സ്റ്റെയിൻ സ്റ്റൈലിലാണ്. കുശങ്കോട് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റെയിൻ സ്റ്റൈൽ കേട്ടോ. എനിക്ക് ഇവരുടെ സർവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മുടി വെട്ടുന്നതും ഹെയർ കളറിങ്, ഹെയർ ബോട്ടോക്സ് ഒക്കെ ഇവിടെ നിന്നാട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് വന്നത്. പറഞ്ഞു വന്നത് വേദയ്ക്ക് ഹെയർ കട്ടിങ് ഒട്ടും ഇഷ്ടമല്ല, ഒന്ന് ട്രിം ചെയ്യാടി എന്നൊക്കെ പറഞ്ഞാണ് സമ്മതിപ്പിച്ച് വിളിച്ചുകൊണ്ട് വന്നത്. അവൾക്ക് ഇറക്കം കുറക്കുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ലെയർ കട്ടാണ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേദയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേദയുടെ ഹെയർ കട്ട്, അതായത് ലെങ്ത്ത് കുറയ്ക്കാത്തതുകൊണ്ട് എപ്പോൾ ഹെയർ കട്ട് ചെയ്താലും ഞാൻ അങ്ങനെ ലെങ്ത്ത് കുറയ്ക്കും. പക്ഷേ വേദയ്ക്ക് ഇപ്രാവശ്യം ലെങ്ത്ത് കുറയ്ക്കാതെ ഹെയർ കട്ട് ചെയ്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. ഒരുപാട് ഇറക്കം കുറയ്ക്കില്ലെന്നാണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്ര മേലാക്കരുത്, ഇത്രയാക്കാവൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദ. പക്ഷേ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. എനിക്ക് ഹെയർ കട്ട് ചെയ്യുന്നത് ഷോർട്ട് ഹെയർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ലോങ് ഹെയർ ഇഷ്ടമല്ല. എൻ്റെ ഫേസിനും ഷോർട്ട് ഹെയർ ചേരുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ വർഷത്തിലൊരിക്കൽ ഞാൻ മുടി വെട്ടത്തുള്ളൂ, എങ്കിലും പെട്ടെന്ന് തന്നെ അങ്ങ് നീളം വയ്ക്കും കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം വെട്ടിയതാണ്. കറക്റ്റ് ഒരു വർഷമായപ്പോഴേക്കും അടുത്ത് ഞാൻ വീണ്ടും വെട്ടാനായിട്ട് വന്നു. നല്ല നീളം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വെട്ടി കുറയ്ക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അനുവിനോട് വെട്ടി കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ അനുവിന് വിഷമം, എന്തിനാ എത്ര നല്ല മുടി വെട്ടി കുറയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അനുവിനോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം, എൻ്റെ ഫേസിന് ഷോർട്ട് ഹെയർ ആണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അനുവിനെ കൊണ്ട് സമ്മതിപ്പിച്ചു, വെട്ടിച്ചു. ഞാൻ ഇത്ര എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത്രയും വെട്ടണോ? ഞാൻ പറഞ്ഞു അത്രയും വെട്ടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെട്ടിയിട്ട് അനു പറഞ്ഞു ഷോർട്ട് ഹെയർ നല്ലതായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു, വെട്ടിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. എപ്പോഴും ചെന്നിട്ട് മുടി വെട്ടും, ഷോർട്ട് ഹെയർ ആക്കുക, എന്നിട്ട് പറയും ഇനി ഞാൻ ജന്മത്തിൽ വെട്ടത്തില്ല, ഇനി വളർത്തത്തേ ഉള്ളൂ എന്ന് ഞാൻ പറയുമെങ്കിലും എനിക്ക് വളർന്നു വരുമ്പോൾ അത് വെട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ നേരെ സ്റ്റെയിൻ സ്റ്റൈലിലേക്ക് വന്നത്. അടിപൊളി സർവീസ് കേട്ടോ അവരുടേത്. എനിക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ തൊട്ടടുത്ത് ഓടിപ്പോയി ചെയ്യാൻ ഏറ്റവും നല്ല സർവീസ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. ഇവക ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും നല്ലയിടത്ത് പോയി ചെയ്തില്ല, ഹെയർ കളറിങ് ഒക്കെ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഹെയർ ഫുൾ ഡാമേജ് ആവും കേട്ടോ. ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ഒരു വർഷമായി ചെയ്തിട്ട് ഇത്രയും ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ റൂട്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ റൂട്ടൊന്നും ചെയ്യാനായിട്ട് ഇല്ല കേട്ടോ. ഇനി എൻ്റെ മുടിയുടെ ടെക്സ്ചർ മാറിയാണോ ബോട്ടോക്സിൻ്റെ ഇതുകൊണ്ടാണോ എന്നറിയത്തില്ല, അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല സർവീസാണ് അവരവിടെ തരുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലധികം റിസ്ക് എടുക്കാണ്ട് ഞാൻ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പോവും. പണ്ടൊക്കെ പോയി പല സ്ഥലങ്ങളിലും പോയി പരീക്ഷണങ്ങൾ ചെയ്ത് ഒരുപാട് പണി കിട്ടിയത് കൊണ്ട് ഇപ്പോഴും ഞാൻ അങ്ങനെയല്ല. ഏറ്റവും നല്ല സ്ഥലം നോക്കി മാത്രമേ ഞാൻ പോവാറുള്ളൂ. മുടിയുടെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോഴിവാല് പോലെ ശകലം മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഞാൻ വെട്ടുന്ന ഹെയർ കട്ട് വൂൾഫ് കട്ടാട്ടോ. വേദയ്ക്ക് ലെയർ കട്ടാണ് ചെയ്തത്. എനിക്ക് വൂൾഫ് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. ഞാൻ വേറൊരു മോഡലൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അതെന്തോ വേറെന്തോ കട്ടാണ്, അത് ചെയ്താൽ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വൂൾഫ് കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിൽ ഇതൊക്കെ ചെയ്താലൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവർ സെറ്റ് ചെയ്ത് വിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, അല്ലാതെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ഒരു വല്ലാത്തൊരു ആഗ്രഹം കേട്ടോ, എനിക്ക് ബാങ്ക്സ് ഒക്കെ നല്ല രീതിയിൽ ഫ്രണ്ടിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനൊരു വീഡിയോ കണ്ടു, ബാങ്ക്സ് ചെയ്തൊരു കുട്ടിയുടെ ഫേസ് ഫുൾ കുളമായത്. അതുകൊണ്ട് പിന്നെ ആ ആഗ്രഹം ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് ഈ ആഗ്രഹത്തിലേക്ക് വന്നു. എന്നിട്ട് മാക്സിമം ബാങ്ക്സൊക്കെ ഞാൻ വെട്ടിയിടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ കോലമാവും എന്നുള്ളത് പിന്നീട് കാണുമ്പോൾ അറിയാം കേട്ടോ. അങ്ങനെ ആ കടമ്പ കഴിഞ്ഞു. ഇത് അടുത്ത ദിവസമാണ്. എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതായത് വീഡിയോസ് ഷൂട്ടിങ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം വരുന്നുണ്ട് പുറകെ, അത് ഞാൻ ഈ വീഡിയോയിൽ പകുതിയാവുമ്പോൾ പറയാം കേട്ടോ. എന്നിട്ട് അവിടെ എല്ലാം പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ ഫോട്ടോസ് എല്ലാം ജിനോയുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ജിനോ ഫോട്ടോസ് പെൻ ഡ്രൈവോ ലാപ്പോ കൊണ്ടുവരാണെങ്കിൽ അതിലേക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മണ്ണന്തല വഴി അതുവഴിയാണ് എനിക്കൊരു ആവശ്യം, നാലാഞ്ചിറ വഴി ഒരു ആവശ്യത്തിനാണ് പോയത്. അപ്പോൾ ജിനോയുടെ വീട് നാലാഞ്ചിറയാണ്. അങ്ങനെ ഞാൻ ജിനോയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, എനിക്കൊന്ന് ഫോട്ടോസ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഫോട്ടോസ് തരാമെന്ന് പറഞ്ഞു. ഗൂഗിൾ ഡ്രൈവ് വഴി ഫോട്ടോസ് തരാമെന്ന് നോക്കിയപ്പോൾ ജിനോയുടെ ഗൂഗിൾ ഡ്രൈവ് ഫുള്ളാണ്. എൻ്റെതും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് പിന്നെ ഗൂഗിൾ ഡ്രൈവ് വഴി വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ലാപ്ടോപ്പോ പെൻ ഡ്രൈവോ വെച്ച് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ജിനയാണ് നമ്മുടെ നൂലുകെട്ടിൻ്റെ എല്ലാ ഫോട്ടോസും എടുത്തത് കേട്ടോ. അതിൻ്റെ ബ്യൂട്ടിഫുൾ ഫോട്ടോസ് ആയിരുന്നെന്ന് അറിയുമോ. എൻ്റെ വിഷു ഫോട്ടോഷൂട്ടും ഫുൾ ജിനോയാണ് എടുത്തത്. നല്ല ഐഡിയ ഒക്കെ ഉണ്ട് ജിനോയ്ക്ക്. അതുപോലെ ഭയങ്കര എനിക്ക് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ബോയിയെ പോലെയാണ് ജിനോനെ തോന്നിയത്. നല്ല ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരാളാട്ടോ ജിനോ. ആ വർക്കിനോട് ഭയങ്കര ആത്മാർത്ഥതയായിട്ട് ചെയ്യും. നമ്മളെ വിടത്തില്ല. കിട്ടിയാൽ ജിനോ ഫോട്ടോ എടുത്തുകൊണ്ട്
എടുത്തുകൊണ്ടേയിരിക്കും, ഒരു മുഷിച്ചിലില്ലാണ്ട് നമ്മളെ വിടാതെ എത്ര സമയം വേണോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അത്രയും ആത്മാർത്ഥതയാണ്. അങ്ങനെ കുറച്ച് സമയം എടുത്ത ഫോട്ടോസും വേദയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഇതിലേക്ക് മാറ്റാനായിട്ട്. പിന്നെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഏട്ടൻ ചെന്ന് ഷേക്കൊക്കെ എനിക്കും ജിനോയ്ക്കും ഏട്ടനും കൂടി വാങ്ങിച്ച് ഞങ്ങൾ ഓരോ ഷേക്കൊക്കെ കുടിച്ചു. കാറിനകത്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. ഒരു മണിക്കൂറോളം അങ്ങനെ ഫോട്ടോസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സമയമെടുത്തു. എന്നിട്ട് നേരെ നെട്ടയത്ത് പോയി. നെട്ടയത്തുനിന്ന് വേദയും വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ അമ്മയെ വേദ കരച്ചിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയാനുള്ള കാരണമുണ്ട്. ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, കുറച്ച് ദിവസം ഇനി ഇവിടെ ഉണ്ടാവില്ല, അതിൻ്റെ വിഷമമാണ്. ഭയങ്കര കരച്ചിൽ കൂട്ടത്തിൽ അമ്മയും കരയും, അച്ഛനും ജീമയും എല്ലാവരും, ഞാനും ഒക്കെ ആകെ അങ്ങ് വിഷമത്തിലായിപ്പോയിട്ടുള്ള കരയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞേരെ വിട്ട് വരുന്നതിൻ്റെ ഒരു വിഷമമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ മിണ്ടിയതൊന്നുമില്ല കേട്ടോ. ആൾ ഒരുപാട് വൈകിയ ശേഷമാണ് മിണ്ടിയൊക്കെ ചെയ്തത്. പാവം വേദ ഭയങ്കര വിഷമത്തിലാണ്. ഗൈസ്, കുറേ നീണ്ട വനവാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ വീട്ടിൽ നിൽക്കില്ല ഗേസ്. ഞങ്ങൾ കറങ്ങാൻ പോവുകയാണ്. വേദയുടെ മുഖം ഇത്രയുണ്ട്. വേദയെ നെട്ടയത്തു നിന്ന് വിളിച്ചുകൊണ്ട് വന്ന വിഷമത്തിലാണ് വേദ കരങ്ങി വിളിച്ച് ബഹളം വെച്ചാണ് അവിടെ നിന്ന് വന്നത്. അങ്ങനെ അമ്മ കരച്ചിലായി. അമ്മ പിന്നെ വോയിസ് മെസ്സേജ് ഇട്ട് എൻ്റെ കൊച്ചിനെയും കൊണ്ട് നിങ്ങൾ എങ്ങും പോകണ്ട, എൻ്റെ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ അമ്മ, അവൾ കരച്ചിൽ ബഹളം. ഞങ്ങളൊരു യാത്ര പോവുകയാണ് ഗൈസ്. കുഞ്ഞിയുടെ നൂലുകെട്ട് കഴിയാൻ വേണ്ടിയിരുന്നു. എന്നിട്ടും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ പോണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് തീരുമാനിച്ച് പോകാൻ പോവാണ്. വീട് കിടക്കുന്ന കോലം നോക്ക്. പാക്കിങ്ങിനുള്ള സാധനങ്ങളും അതും ഇതും എല്ലാം കൂടി വാരി വലിച്ച് ഒരു കോലമായിട്ടിട്ടേക്കുന്നത്. എനിക്കിന്ന് ഇഷ്ടം പോലെ ജോലി ഉണ്ടായിരുന്നു. രാവിലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഉരുട്ടിൻ്റെ കുറേ ഫോട്ടോസ് അതിപ്പോൾ വന്നതേ ഉള്ളൂ, അതെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാണ്ട് ഉറക്കം വന്നിട്ട് വയ്യ. പക്ഷേ നാളെ യാത്ര പോകുന്നതിൻ്റെ സന്തോഷമാണ്. നമ്മുടെ യാത്രാ വീഡിയോ ഞാൻ 2 ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ മുതലേ വീഡിയോസ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. നാളെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റന്നാൾ അതിൻ്റെ നാളെ ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പോൾ യാത്രാ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾ യാത്ര പോവുകയാണ്, വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പാക്കിംഗ് വീഡിയോ നമുക്ക് കാണാം. ഈ സാധനത്തിനെ മാറ്റുന്ന ഈ പകുതി സ്പേസ് കിട്ടിയാൽ ഞാൻ ആ സാധനം മാറ്റി ഞാനതിൽ കിടക്കൂല. എൻ്റെ സാരിയൊക്കെ കിടക്കണ കിടപ്പ് ആദ്യമായിട്ടുണ്ടത്. നമ്മളൊരു നീണ്ട വലിയ യാത്രയ്ക്കാണ് പോകുന്നത്. ഒരുമാതിരിപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. മനസ്സിലായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. ഏട്ടന് ഇത്രയും ഡ്രസ്സ് ഉണ്ടോ കൊണ്ടുപോകാൻ? ഈ കുഞ്ഞു ട്രോളിയിൽ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. നമുക്ക് നോക്കാം. ഇല്ല, ഈ സൈഡിലൂടെ ഉണ്ടല്ലോ, വെച്ച് നോക്കാം. കറണ്ട് വന്നു. ഇത് ചൂട്. AC ഇട്ടേക്കായിരുന്നു, ഓഫ് ചെയ്താ? ഡോർ ക്ലോസ് ചെയ്താ? നോക്കാം. 3 കുഞ്ഞു ട്രോളിയിൽ കൊണ്ടുപോവാം എന്നാണ് പ്ലാൻ. ഏട്ടൻ്റെ ജീൻസാണ് ഏറ്റവും പാട്. വേദയ്ക്കും ഏട്ടനാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സുള്ളത്. നമ്മൾ പിന്നെ പാവങ്ങൾ വീണ്ടും പോയി എന്തെങ്കിലുമൊക്കെ ഇട്ടോളൂ. നമുക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇത് കൊള്ളൂല. നമുക്ക് ഡ്രൈ വാഷ് ചെയ്തൊക്കെ എടുക്കാം. എന്തിനും ഇത്രയും കൊണ്ടുപോകണം? പാൻസൊക്കെ വേണം. പാൻസാണ് വെയിറ്റ് എത്രയും. ഒരു കുഞ്ഞ് ബാഗ് കൂടെ എടുത്ത് വയ്ക്കാം. സോക്സ് അങ്ങനെയൊക്കെ ഉള്ളത് എടുത്ത് വയ്ക്കാം. ഇരിക്കുകയില്ലേ? എനിക്ക് തോന്നണില്ല കൊണ്ടുപോകും. ഇത് ഇട്ടുകൊണ്ട് പോകാനും കൂടെ ഉള്ളതാണ്. ഇട്ടോ വേറെ ഇത് ഏട്ടൻ്റെ ട്രോളിയാണേ, ബ്ലൂ കളർ ട്രോളി. പാടാണ് മനോജെ. എന്തെങ്കിലും കുറച്ചാലേ പറ്റൂ. ഒരു ജീൻസ് കുറയ്ക്കേണ്ടി വരും. ഇതൊക്കെ വേദയുടേത്. ഞങ്ങൾക്ക് കുറച്ചേ ഉള്ളൂ.
ഞങ്ങൾക്കത് കുറച്ചേ ഉള്ളൂ. പിന്നെ വേദയുടെ ഒന്നും അത്ര കട്ടിയില്ല ഏട്ടൻ്റെ പോലെ ജീൻസും. നമ്മുടെ വണ്ടിയിൽ സ്പേസ് കുറവ്, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ട്രോളി എല്ലാം കൂടെ എടുത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ കാറിൽ ബൂട്ട് സ്പേസ് വളരെ കുറവാണ് ഗൈസ്. മൈലേജ് ഉണ്ടെന്നുള്ള ഒറ്റൊരു ഗുണം മാത്രമേ നമ്മുടെ കാറിനുള്ളൂ. അല്ലാതെ നമ്മുടെ ബലേനയിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ 10 പെട്ടി അതിനകത്ത് കൊണ്ടുപോകാനെ. അവിടെ നമ്മൾ ഹോട്ടൽ റൂമിൽ കാണുമല്ലോ. ഏട്ടനാ എന്തിനു ചുമക്കാൻ പോണു? റൂം പോയി കാണുമല്ലോ. എന്തിനു ചുമക്കാൻ പോണു? നമ്മളാരെങ്കിലും വിളിച്ചോ? ഇത്രയല്ലേ ഉള്ളൂ നിൻ്റെത്? മറ്റേ ഇതൊക്കെ എടുത്ത് വെക്കണം, തെർമൽസൊക്കെ. ഇങ്ങോട്ടാ തളർന്നു ഞാൻ ഇന്ന്. റെസ്റ്റ് എടുത്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വരണ്ട. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി സാധനങ്ങളൊന്നും ഒറ്റ തുണി പോലും പുതിയതൊന്നും ആരും വാങ്ങിയില്ല. എല്ലാം പഴയ ചപ്പട്ട സാധനങ്ങൾ. പിന്നെ ഇന്നർ വെയർ സെപ്പറേറ്റ് ഉണ്ട് എല്ലാവർക്കും ഉള്ളത്. ഇതിൽ ഡ്രസ്സ് മാത്രമാണ്. എൻ്റെ എടുത്തില്ല. എനിക്കും ചെറുത് മതി. 3 ചെറിയ ട്രോളി കൊണ്ടുപോവാം. മടക്കട അലമാര ഫുൾ കാലിയാക്കിയ. എന്തെങ്കിലും പാൻസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പോയി. ഇനി എൻ്റെ മുടിയെല്ലാം കൂടെ വെട്ടിയിട്ടിട്ട് പച്ചാളായിട്ട് കിടക്കണം. ഇപ്പം എല്ലാവരെക്കാട്ടിയും ഡ്രസ്സ് എനിക്കാണ് കൂടുതലും. പറ്റണത് കൊണ്ടുപോകും, പറ്റാത്തത് തിരിച്ചു വയ്ക്കും. അതെന്തോ നെയ്യുന്നവിടെ മാങ്ങ ചെത്തണത് നമ്മളെ മാവില മാങ്ങ. ഇതിൽ ഏതൊക്കെ ഇടാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വണ്ണം വെച്ച് കയറുന്നോന്ന് ദൈവത്തിനറിയാം. ഇങ്ങനെയൊക്കെ മടക്കി വയ്ക്കുന്നതുകൊണ്ടാണ് ഒട്ടും ശരിയാവാത്തത്. ചുരുണ്ട് കൂടി എൻ്റെതാണ് ഏറ്റവും വൃത്തികെട്ട ഡ്രസ്സ്. എല്ലാവരും വേദ പോലും നല്ലതായിട്ട് മടക്കി. എനിക്കൊന്നിനും നേരമില്ല. എന്തൊരു ജീവിതമാണ് ഗൈസ് എൻ്റേത്. ഇതൊക്കെ കഴുകി ഉണക്കിയിട്ടോണ്ട് പോവാം. അല്ലാതെ എല്ലാം കൂടെ കൊണ്ടുപോകണമെന്നില്ല. ഒന്നാമത് കൊണ്ടുപോകാൻ പറ്റൂല. പ്രാവശ്യം തണുപ്പല്ലല്ല, ചൂടല്ലേ. ഇപ്പം മനസ്സിലാക്കണം നമ്മൾ എവിടെയാണ് പോണേന്ന്. ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങൂലെന്ന് പേടി വേണ്ട. നമ്മളെ സോപ്പ്, ചീപ്പ്, കോപ്പ് ഇതൊന്നും വേണ്ട. സ്ക്രബ്ബർ ഇത് വേണം. സോപ്പ് സേഫ്റ്റിക്ക് വേണം. എല്ലായിടത്തും കാണും, എങ്കിലും നമ്മളൊരു സേഫ്റ്റിക്ക്. ഇനി ബ്രഷും വേസ്റ്റും വേറെ കിടക്കണം. സോപ്പ്, ചീപ്പ്, കോപ്പ് ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് എല്ലാ ഹോട്ടലുകളിലും ഉണ്ട്. എങ്കിലും കിട്ടാതെ വന്നാൽ ഒരു സേഫ്റ്റി സൈഡിനായിട്ട് എല്ലാ സാധനങ്ങളും. എന്തോന്ന് പോയിച്ച് അതെടുക്കാം. അത് എല്ലാം ആ ബാഗിൽ. ഇനി ഗുളിക കുറച്ച് വാങ്ങിക്കാനായിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെറ്റ്. ഇനി എൻ്റെ ഹാൻഡ് ബാഗ് ഒന്ന് സെറ്റ് ചെയ്യണം. ഗുളിക വാങ്ങിച്ചാൽ നമ്മുടെ പാക്കിങ് ഓൾമോസ്റ്റ് ഡൺ. വീട് കിടക്കാൻ കോല കണ്ടാൽ ഞാൻ വൃത്തിയാക്കണം. എനിക്ക് വയ്യ. എനിക്ക് ജാക്കറ്റൊക്കെ കാണിച്ച് ഇനിയിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മളെവിടെയാണ് പോണേന്ന്. അത് പറ്റൂല. എൻ്റെ പ്രേക്ഷകരെ എനിക്ക് പറ്റിക്കാൻ പറ്റൂല. മനസ്സിലായിട്ടുണ്ടാവും. ഒരു വിധം ഒതുക്കി പാക്ക് ചെയ്ത് ഇനി ടാബ്ലറ്റും വാങ്ങണം, കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കണം. അത് കേട്ടപ്പോൾ വേദയുടെ മുഖത്ത് ചെറിയൊരു സന്തോഷമൊക്കെ വന്നു. ഒരു വിധം എൻ്റെ വീട് ഒതുക്കി. ഇനി തിരിച്ചു വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. മുകളിൽ ഇനി കുറേ തുണികൾ മടക്കാൻ കിടക്കണം. ഇപ്പോൾ എല്ലാം കൂടെ വാരി വലിച്ചിട്ടത് ഇനി മടക്കാറുണ്ട്. പാക്കിങ് എല്ലാം ചെയ്തു. ഇനി കുറച്ച് ഇത് വാങ്ങിക്കണം, ടാബ്ലറ്റ്സ് വാങ്ങിക്കാനായിട്ടുണ്ട്. അത്യാവശ്യം ടാബ്ലറ്റ്സ് മുക്കിയാൽ എനിക്ക് ലൂസ് മോഷൻ അടിച്ച് കിടക്കാൻ വയ്യ. എങ്ങനെ പോയാലും അതടിക്കും, അത് വേറെ കാര്യം. പിന്നെ വേറെ അല്ലാതെയും കുറച്ച് ടാബ്ലറ്റ്സൊക്കെ വാങ്ങിക്കണം. ടാബ്ലറ്റ്സ് വാങ്ങിക്കണം. സ്നാക്സ് അത് പറഞ്ഞപ്പോൾ വേദന മൊത്തത്തിൽ സന്തോഷമൊക്കെ ഉണ്ട്. ഇത് ചീമേരെ ടോപ്പാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന ടോപ്പാണ് അവൾ ഫ്രോക്കായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ കുന്നിൽ പോവല്ലേ സ്നാക്സ് വാങ്ങിക്കാൻ. വൈകിട്ടെന്തോ എവിടെ കുന്നിൽ പോവാം. വൈകിട്ടെന്തോ സ്നാക്സ് ഉറച്ച് അൽഫാം. നാളെ മതി ചിക്കൻ. അപ്പോൾ പോവാം, സാധനം വാങ്ങിക്കാം.
സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് വിഷു ആശംസകൾ എന്ന് പറഞ്ഞു തുടങ്ങണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് നടന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഓർത്തത്, അയ്യോ വീഡിയോയുടെ ഫസ്റ്റ് വിഷു ആശംസകൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരും വിഷു ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിഷുവിൻ്റെ അന്നാണ് നാട് കടക്കാൻ പോകുന്നത്. സ്ഥലം ഒട്ടുണ്ടാവില്ല, സ്ഥലം വിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം വിഷു ഇല്ല. എൻ്റെ അമ്മയെ കുന്നിലൊക്കെ വന്ന് തിരക്കെന്ന് പറഞ്ഞാൽ ട്രോളി പോലും ഇല്ല കേട്ടോ. ഒരു ബാസ്ക്കറ്റോ ട്രോളിയോ എടുക്കാൻ പോലും ഇല്ലാത്ത അത്രയും തിരക്ക്. ബില്ലിംഗ് സെക്ഷനിലൊക്കെ ഭയങ്കര തിരക്ക് കേട്ടോ. ഞങ്ങൾ സ്നാക്സ് വാങ്ങിക്കാനാണ് വന്നത്. എല്ലാവരും പരിപ്പും പപ്പടവും വിഷുവിന് ഒക്കെ വയ്ക്കേണ്ട സാധനങ്ങളും ഒക്കെയാണ് വാങ്ങിയിട്ട് പോകുന്നത്. നമ്മളവിടെ കിടക്കുന്നുള്ള സ്നാക്സ് എത്ര വാങ്ങി കേട്ടോ. സത്യമായിട്ടും 2-3 പ്രാവശ്യം ഈ സ്ഥലത്തൊക്കെ പോയി നമുക്ക് ഭക്ഷണത്തിൽ ഒരുപാട് വിഷമിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ സ്നാക്സ് ആയിട്ടെങ്കിലും എടുക്കാമെന്ന് കരുതി ഇങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. വേറെ ഒന്നും എടുക്കുന്നില്ല. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണം കിട്ടാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് കുറച്ച് ഇരിക്കാമല്ലോ എന്ന് കരുതി വാങ്ങിച്ചതാണേ. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇവിടെ എന്താണ് പോകുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും മനസ്സിലായെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഒരു സർപ്രൈസായിട്ട് പറയുമ്പോൾ എനിക്ക് എന്തൊരു പ്രത്യേക ഒരു സന്തോഷം. നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത് എന്നുള്ള ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ ആവശ്യവും ഉള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാനും വേദയും കൂടി എടുത്തു കേട്ടോ. എന്നിട്ട് ബില്ല് ചെയ്യാനായിട്ട് ഒരു 1/2-3 മണിക്കൂർ നിന്ന് കാണും. നല്ല തിരക്കുണ്ട്. എല്ലാവരും വിഷുവിൻ്റെ ഒരു തിരക്കാണ്. റോഡും ഫുൾ ബ്ലോക്ക് കേട്ടോ. കണിക്കൊന്നയും കണി ഒരുക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹവും ഒക്കെ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും തിരക്ക്. റോഡ് ഫുൾ ബ്ലോക്ക്, കടകൾ ഫുള്ള് തിരക്ക്, എല്ലായിടത്തും ഭയങ്കര വിഷുവിൻ്റെ ഒരു ഇത് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും വലിയ വിഷമം തോന്നി. ഇതിലൊന്നും പങ്കുചേരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പോട്ടെ, എല്ലാ വർഷമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതല്ലേ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. കഴിഞ്ഞ വർഷവും ആഘോഷിച്ചു കേട്ടോ. അതിൻ്റെ മുന്നിലത്തെ വർഷം ആഘോഷിച്ചില്ല എന്ന് തോന്നുന്നു. എല്ലാ വർഷവും വീട്ടിലുണ്ടെങ്കിൽ ആഘോഷിക്കും. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് വലിയ പടക്ക പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും അങ്ങനെയൊന്നുമില്ല. വിഷുവിന് ചില സ്ഥലങ്ങളിലൊക്കെ സദ്യയൊക്കെ ഒരുക്കത്തുള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ സദ്യ ഉറപ്പായിട്ടും ഒരുക്കും. നിങ്ങളും വീട്ടിലിവിടെ ആണെങ്കിൽ സദ്യ ഒരുക്കും. ഇപ്രാവശ്യം കുഞ്ഞിയുടെ ആദ്യത്തെ വിഷുവാണ്. ഞാൻ ഏതാന്ന് പോലും ഇതുവരെ അവിടെ വിളിച്ച് ചോദിച്ചില്ല. അതിനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല. കുഞ്ഞി എങ്ങനെ ഇരിക്കുന്നു, വേറെ വിഷമമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കണമെന്ന് വെച്ചിട്ട് പോലും സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല. അത്രയ്ക്ക് തിരക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നാളെ വിഷുക്കണിയും ഊണും സദ്യയൊക്കെ ഉണ്ടാകും. എല്ലാ വർഷവും അമ്മ സദ്യയൊക്കെ ഉണ്ടാക്കും കേട്ടോ. എത്ര വയ്യെങ്കിലും ഓണത്തിനും വിഷുവിനൊക്കെ സദ്യ ഉണ്ടാക്കും. ഇവിടെ ട്രിവാൻഡ്രത്ത് അങ്ങനെ എല്ലാ വീടുകളിലൊന്നും വിഷു സദ്യ ഉണ്ടാക്കത്തില്ല കേട്ടോ. ചില വീടുകളിൽ മാത്രമേ അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. കണി കാണും, വിഷു കൈനീട്ടം മുടങ്ങാതെ വാങ്ങും, അത്രയൊക്കെ ഉള്ളൂ. നാളെ എന്തായാലും വിഷു കൈനീട്ടം വേദയ്ക്ക് അച്ഛൻ കൊടുത്തു, നമുക്കാർക്കും തന്നില്ല. എനിക്കെന്തായാലും ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ കൈനീട്ടമൊക്കെ ഗൂഗിൾ പേ വഴിയാണല്ലോ വരുന്നതും പോകുന്നതും ഒക്കെ. ഇപ്പോൾ രാവിലെ ഗൂഗിൾ പേ ചെയ്യാമെന്ന് കരുതി കൈനീട്ടമൊക്കെ. അതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മളങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ടും കിട്ടും. അതുകൊണ്ട് പിന്നെ കൊടുത്തതിൽ വലിയ വിഷമമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അങ്ങനെ കുന്നിൽ കയറി കുറേ സമയത്തെ ത്യാഗത്തിന് ശേഷം സാധനങ്ങളൊക്കെ വാങ്ങി നേരെ അടുത്ത് കാരുണ്യയിൽ, പേയാടുള്ള കാരുണ്യ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽസ്, ഇവിടെ നിന്നാട്ടോ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. അതായത് മെഡിസിൻസ് വാങ്ങുകയാണ്, ടാബ്ലറ്റ്സ് വാങ്ങുകയാണ്. ഇവിടെ കുറച്ച് ഡിസ്കൗണ്ട് ഇട്ടൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടും കേട്ടോ. മെഡിസിൻസൊക്കെ കിട്ടും. ഞാൻ എല്ലാ സാധനങ്ങൾ ടാബ്ലറ്റ്സ് എല്ലാം മെഡിസിൻസ് എല്ലാം ഇവിടെ തന്നെ കേട്ടോ വാങ്ങുന്നത്. അഥവാ ഇല്ല എങ്കിലും അവർ എടുത്തൊക്കെ തരും. അവർക്കിപ്പോൾ എന്തോ ഒരു ബേബി ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഒന്ന് വീഡിയോ എടുക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിൽക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ഇനി പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞേ. ഞാനും വേദയും കൂടെ അടികൂടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ 10,500 രൂപയ്ക്ക് ഞാൻ ഗുളിക വാങ്ങി കേട്ടോ. 1000 രൂപയ്ക്ക് ഗുളിക വാങ്ങി. പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് വാങ്ങിയത് കേട്ടോ. വേദ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിയപ്പോൾ കുറച്ചൊന്ന് എമൗണ്ട് കൂടിയതാണ്. അല്ലാതെ ടാബ്ലറ്റ്സൊക്കെ എങ്കിലും 10, 15, 20, 30 ടാബ്ലറ്റ്സൊക്കെ വെച്ച് ഞാൻ വാങ്ങി കേട്ടോ. സേഫ്റ്റി അങ്ങോട്ടൊക്കെ പോയാൽ പിന്നെ കിട്ടിയില്ലെങ്കിലേ ഞാനാകെ ഞാനേ പെടത്തുള്ളൂ, വേറെ ആരും പെടത്തില്ല. അതുകൊണ്ട് സേഫ്റ്റി സൈഡായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വെച്ച് പോവും. ഓക്കെ, പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല, പോയാൽ മാത്രം മതി. ഇനി കിടന്നൊരു ഉറക്കം ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പോക്കാണ്. പോകുന്ന വീഡിയോ ഞാൻ നാളെ ഇടത്തില്ല, അതിൻ്റെ നാളെ ഇടത്തുള്ളൂ. അപ്പം അതിൻ്റെ നാളെ മുതൽ നമുക്ക് യാത്രാവിശേഷങ്ങൾ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.